അമേരിക്കയുടെ വാർത്തകൾ വരുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു രാജ്യം കൂടിയാണ് ഖത്തർ. ഖത്തർ ഇന്നലെ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഞങ്ങൾ ഇറാൻ്റെ കൂടെയാണ്, അമേരിക്ക നമ്മൾക്ക് എതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ പ്രഖ്യാപനം. പക്ഷേ ഇറാൻ്റെ ഒരു 8-10 മണിക്കൂറിന് ശേഷം പ്രതികരണം വന്നു. ഇറാനെ ഞങ്ങൾ അത്ര കണ്ട് വിശ്വസിക്കുന്നില്ല. കാരണം അവർ ടൈഫോൺ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കെതിരെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ബ്രിട്ടൻ്റെ ആ ഒരു കോൺട്രാക്റ്റിലാണെങ്കിൽ പോലും നമ്മളൊരു ഡിപ്ലോമാറ്റിക് ധാരണയിൽ മുന്നോട്ട് പോകുന്ന രാജ്യമാണെങ്കിൽ നിങ്ങൾ എന്തിന് ഇത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം കൂടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ആ ഒരു വിഷയത്തിൽ ഇറാൻ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അവിടെയുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്ത നിറഞ്ഞു വെക്കൽ നന്നായിരിക്കും. പേടിക്കാനോ അല്ല, മറിച്ച് വസ്തുത ഇതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത് അമേരിക്ക പറയുന്നത് ഞങ്ങളുടെ അടുത്ത് നിന്ന് നല്ല ഒരു ഫ്ലീറ്റ് അല്ലെങ്കിൽ വലിയൊരു യുദ്ധ സന്നാഹത്തിന് ആവശ്യമായ ഒരു വലിയൊരു കപ്പൽപ്പട വീണ്ടും പുറപ്പെട്ടിട്ടുണ്ട്. അത് സുഗമമായി മനോഹരമായ തീരത്തേക്ക് പോകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ രാജ്യം ഞങ്ങളുടേതാണ്, ഇനി ഞങ്ങളാണ് അവിടെ ഭരണം നടത്തുക എന്നതിൽ സൂചിപ്പിക്കുന്ന രീതിക്കുള്ള വാർത്തകളാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. മൊത്തം പുക മറഞ്ഞിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത് എന്ന് ഇറാൻ്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അതിൽ പ്രധാനമായി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അമേരിക്ക ആയിരിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആരംഭിക്കണമെന്ന് പണ്ടേ ഉണ്ടെങ്കിൽ പോലും ഇതുവരെ അതിനുള്ള ഒരു ഒരുക്കപ്പാട് നടത്തി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ചാനലിനോട് താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക, ഒന്ന് ലൈക്ക് ബട്ടണും അതേപോലെ നിങ്ങളുടെ ആ കമൻറ്റും ഒന്നിട്ട് ഇട്ട് സഹകരിക്കുക. ഒരു നന്മയ്ക്ക് വേണ്ടി അഥവാ ചാനൽ നിലനിർത്തി പോകാൻ വേണ്ടിയിട്ട് ഇതൊരു സെക്കൻഡറി ചാനലാണ്. അപ്പോൾ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും ഈ ഒരു അവസ്ഥയിൽ അമേരിക്കയും ഇസ്രായേലും എന്തൊക്കെയോ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ അടുത്തേക്ക് എത്തും, അതത്ര കണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരൊറ്റ ആശങ്കയിലാണുള്ളത്. അതുതന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പേടി. ആ ഒരു പേടിയാണ് ഇറാനെ ഇത്രമേൽ ഹൈലൈറ്റ് നിർത്തി ലോകത്തിന് മുമ്പിൽ നമ്പർ 1 നട്ടലുള്ള രാജ്യമായിട്ട് കാണുകയും ചെയ്യുന്നത്. ഈ ലെവലിൽ എത്ര നാൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് യുദ്ധവിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ നോക്കുന്നത്. അതിൽ പറഞ്ഞു വരുന്നത് ഈ മാസം അവസാനത്തോടുകൂടി അടുത്ത മാസം ഫസ്റ്റ് വീക്കോടുകൂടി എന്തെങ്കിലും ഒന്ന് തീരുമാനമാകുമെന്നതൊക്കെ പറയുന്നുണ്ട്. ആ പറച്ചൽ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിക്കാം, അല്ലെങ്കിൽ അതൊരു വെറും പറച്ചലായിട്ട് മാറാനും സാധ്യതയുണ്ട്. കാരണം ട്രംപ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിച്ച പോലെ കാര്യം നടക്കില്ല എന്ന് തോന്നിയാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ ഒരു സീറ്റ് അഥവാ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന സീറ്റ് തെറിച്ചു പോകാൻ ഇതുകൊണ്ട് സാധ്യത ഉണ്ട് എന്ന് ചെറിയ തോന്നലെങ്കിലും വന്നാൽ അയാൾ തിരിച്ചു പോകാനാണ്, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം വേണ്ടെന്നും പറഞ്ഞിട്ട് തിരിച്ചു പോകാനും ഇനി 100, 150, 200 ടാക്സ് ചാർത്തി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളെ അകറ്റി നിർത്തി ആ കപ്പലുമായിട്ട് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്താണെങ്കിലും സ്വർണത്തിൻ്റെ വില കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം, എന്തൊക്കെയോ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ടെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം സ്വർണത്തിന് വലിയ രൂപത്തിലുള്ള വിലക്കയറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണവും ഈ ട്രംപും എന്ന് പറയുന്ന ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടാൽ സ്വർണത്തിനോട് വല്ലാതൊരു ആഭിമുഖ്യമുള്ള ആളാണ് ഈ ട്രംപ് പല രൂപത്തിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇതൊരു വേറെ സ്ട്രാറ്റജിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോയിട്ട് സ്വർണത്തിന് വലിയൊരു വിലയാക്കി വെച്ചാൽ അത് വലിയൊരു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടായി മാറുകയും സ്വർണത്തിന് പ്രത്യേക ഒരു ടാർഗറ്റ് വെച്ച് അവിടെ ഹിറ്റായി കഴിഞ്ഞാൽ ഈ കപ്പലും കൊണ്ട് വലിച്ചു പിടിച്ചിട്ട് അമേരിക്കയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഈ യുദ്ധം അനിവാര്യമായ ഘട്ടത്തിലാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അനിവാര്യമായ ഘട്ടത്തിലൊന്നും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. വെറുതെ പേടിപ്പിക്കാൻ പല സോഴ്സുകളൊന്നും എടുത്തുകൊണ്ടോ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഇപ്പം നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾ അടിച്ച തീ ഞങ്ങൾ കത്തിച്ചളയും. അപ്പോൾ മറ്റൊരാളുകൾ പറയുന്നത് ഞങ്ങൾ അടിക്കാൻ പോയിട്ട് നിങ്ങൾക്ക് തൊടാൻ പോലും കിട്ടില്ല, അതോടുകൂടി നിങ്ങൾ തീരും, ഫസ്റ്റ് അടിയിൽ തന്നെ നിങ്ങൾ തീർന്നു പോകും എന്നൊക്കെയുള്ള കിംവദന്തികളും വാക്കുപോരുകളൊക്കെയാണ് കാര്യമായി നടക്കുന്നത്. മൊത്തത്തിൽ ഒരു ചിത്രം വ്യക്തമാകാത്ത രീതിക്ക് പോവുകയാണ്. അതിൽ നിന്നുള്ളൊരു ചിത്രം വ്യക്തമാക്കുകയാണെങ്കിൽ ഇതൊരു വാണിജ്യ താല്പര്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവരുടെ യുദ്ധസന്നാഹങ്ങൾ ലോകത്തിന് മുമ്പിൽ കാണിച്ച് അതൊരു എക്സ്പെരിമെൻറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശീലനം നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു പരിപാടിയായി ചുരുങ്ങിപ്പോയോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒടുക്കത്തെ യുദ്ധമാണ്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തെ യുദ്ധമാണ്. ഇതുണ്ടെങ്കിലേ മിഡിൽ ഈസ്റ്റ് മുഴുവനായിട്ട് അവർക്ക് പിടിക്കാൻ പറ്റും. ഇത് വിജയിച്ചാൽ മാത്രമേ ഈ മിഡിൽ ഈസ്റ്റ് മൊത്തമായി അവർക്ക് പിടിക്കാൻ പറ്റുള്ളൂ. നമ്മളീ കാണുന്ന സൗദിയും അതേപോലെ തന്നെ UAE എല്ലാം അവരിലേക്ക്
ചെന്ന് കയറും ഉറപ്പായിട്ട്. കാരണം അങ്ങനെയാണ് അവിടുത്തെ ചരിത്രവും പശ്ചാത്തലമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ മോശം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ പുച്ഛിക്കേണ്ട, പക്ഷേ അവരങ്ങനെയാണ്. അവരുടെ 1 by 1 ആയിട്ടുള്ള ചരിത്ര രേഖകളൊക്കെ പരിശോധിച്ചാൽ ഗൾഫ് കൺട്രി, GCC കൺട്രി മുഴുവനും ഈ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതിൽ സൗദി ഉണ്ട്, അതേപോലെ തന്നെ ഒമാനുണ്ട്, കുവൈത്തുണ്ട്, ബഹ്റൈനുണ്ട്, എല്ലാം ഉണ്ട്. കാരണം ഇവരുമായിട്ട് നല്ല കണക്റ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ രാജ്യം കൂടിയാണ്. മാത്രമല്ല അവർ ഇറാൻ്റെ രൂപത്തിലുള്ള ഈമാനിക വേഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇവൻ്റെ അടിയിൽ ഒരു അടിമയായിട്ടാണെങ്കിൽ പോലും നമ്മൾ ജീവിച്ചു പോകട്ടെ എന്ന് തോന്നൽ അറബികൾക്ക് മൊത്തമായിട്ട് ചിലതൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്താനോ നമുക്ക് പറ്റില്ലല്ലോ. അവിടെയുള്ള ചരിത്രവും അവിടുത്തെ സ്ട്രാറ്റജിയും അതുപോലെ ഡിപ്ലോമാറ്റിക് സൈഡ് അവരുടെ സംസാരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നിടത്തു നിന്ന് പറയാൻ പറ്റും ഇത് അമേരിക്കയോട് ചായ്വ് കൂടുതലാണുള്ളത്. അത് നമ്മുടെ GCC കൺട്രീനോടുള്ള ദേഷ്യം കൊണ്ടല്ല പറയുന്നത്. അതങ്ങനെയാണ് അവരുടെ കോൺട്രാക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്, അല്ലെങ്കിൽ അതങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക നിർബന്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ലെവലിലാണ് നിയോം സിറ്റിയും ബന്ധപ്പെട്ട ജിദ്ദ ടവറൊക്കെ ഉയർന്നു വരുന്നത്. എങ്ങനെയാണെങ്കിലും ഈ രാജ്യങ്ങളൊക്കെയും അമേരിക്കയുടെ പിന്നാലെ പോകാൻ ഇന്നിപ്പോൾ തടസ്സമുള്ളത് ഇറാനാണ്. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ മിസൈൽ ആക്രമണമാണ്. ഒരിക്കലും തടുക്കാൻ കഴിയാത്ത, റഡാറിന് പോലും പിടിക്കാൻ പറ്റാത്ത മിന്നലാക്രമണം നടത്താൻ ഏറ്റവും പാകപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന അവരുടെ ICBM അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള മിസൈലുകൾ അവർക്കിടയിലുണ്ട്. അതുപോലെ ഈ കപ്പൽ ഭേദ മിസൈലുകളും അവരുടെ ഓൾറെഡി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും അടങ്ങിയിട്ടുള്ള ഈ രാജ്യത്തെ ചൊടിപ്പിച്ചാൽ ഈ മിഡിൽ ഈസ്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട അടി കൊടുക്കുമെന്നുള്ളത് വ്യക്തമായതിൻ്റെ പേരിലാണ് ചില പ്രസ്താവനകളൊക്കെ ഇപ്പോൾ ഇറക്കുന്നതെന്ന് ഇറാൻ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി മൊത്തം എന്താകുമെന്ന് ചോദിച്ചാൽ ഖത്തർ, അമേരിക്ക, ഇസ്രായേലും അതുപോലെ ഇറാൻ ഒരു ഭാഗത്തും നിൽക്കേണ്ട ഗതികേട് വരുമോ എന്നറിയില്ല. എന്താണെങ്കിലും ഖത്തറിൻ്റെ ഒരു അവകാശ പ്രഖ്യാപനങ്ങളൊക്കെ പുച്ഛിച്ച് തള്ളിക്കളയാണ് ഇറാൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകം അവർ പറയുന്നത് ഇങ്ങനെയുള്ള വിമാനങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരെ ആക്ട് ചെയ്യുകയാണെങ്കിൽ, അഭിനയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുച്ഛമായ തീരുമാനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അഥവാ നിങ്ങൾ പ്രഹരം ശേഷി ഞങ്ങൾ വർദ്ധിപ്പിക്കും, നിങ്ങളുടെ ആകാശ മേഖലകളിൽ ഞങ്ങളുടെ ചാരക്കണ്ണുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ തുറന്നു പറയുന്നിടത്തേക്ക് ഇറാൻ ചൊടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും നല്ലത് ഈ ഖത്തറിന് ടൈഫൂൺ വിമാനത്തെ തൽക്കാലം എവിടെയെങ്കിലും മാറ്റുകയോ അല്ലെങ്കിൽ തിരിച്ചയക്കുകയോ ചെയ്യുന്ന രീതിയായിരിക്കും ഗുണകരം. എന്താണെങ്കിലും ഒരു തുടക്കം തുടങ്ങി വെച്ചിട്ടുണ്ട് 2025 ജൂൺ മാസത്തിൽ. അന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു പ്രശ്നമൊന്നും ഖത്തറും ഇറാനുമായിട്ടുണ്ടായിരുന്നില്ല, നമ്മളൊക്കെ അറിയുന്നതാണ്. ആദ്യം അലേർട്ട് ചെയ്തു, അന്നത്തെ വിമാനങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തു, എന്നിട്ട് നിങ്ങളെ കൊണ്ടുവന്ന് ഇട്ടോളൂ എന്ന് പറയുന്ന രീതിക്കായിരുന്നു അന്നത്തെ ആക്രമണം. പക്ഷേ ഇന്ന് നിങ്ങളുടെ ആകാശപാതയിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് തുടങ്ങിയെന്നാൽ ഒന്നും മിണ്ടാൻ ഖത്തറിന് സാധിച്ചിട്ടില്ല. കാരണം ഒന്നും മിണ്ടാനാവില്ല. കാരണം ആ ലെവലിലാണ് അവിടുത്തെ അന്തരീക്ഷങ്ങൾ. ഏറ്റവും ആയുധബലത്തിൽ ഈ അമേരിക്ക എന്തെങ്കിലും ചെയ്താൽ ചെയ്തു, അല്ലാതെ ഖത്തറിനൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ല എന്ന വസ്തുത കൂടി ഖത്തർ മനസ്സിലാക്കുമെന്ന് നമുക്ക് കരുതാം. എന്താണെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഈ പ്രതിസന്ധി എത്ര കണ്ട് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ചർച്ചയോ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചിന്തിക്കാൻ ഒരു മനുഷ്യൻ ലോകത്തില്ല. അപ്പം ആസന്ന ഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ യുദ്ധങ്ങളൊക്കെ. കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.